ഹേ ഗടികളെ, എല്ലാവരും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും മഴയൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക അവരൊരു വീടുകളിൽ. പരമാവധി അത്യാവശ്യത്തിനല്ലാതെ പുറത്തൊന്നും ഇറങ്ങാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് ടർബോ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. റെഡ് അലർട്ടാണ്, അതൊന്നും നോക്കിയില്ല, നമ്മൾ ടർബോ കാണാൻ പോയി. സോ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുന്നത് അത് പറഞ്ഞാണ്, എന്നാലും ഒരു പ്രാവശ്യം കൂടി ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. ടർബോ എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ്. നമുക്ക് തുടങ്ങാം. സോ ഗായ്സ്, നമ്മുടെ മമ്മൂക്ക അഭിനയിക്കുന്ന ടർബോ എന്ന സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആക്ഷൻ സീക്വൻസസ് വാസ് അമേസിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു അൻപരിവ് ഒന്നും ചെയ്യുന്ന ആ ഒരു ലെവലിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. ആ മനുഷ്യന് എൻ്റെ അച്ചാച്ചൻ്റെ പ്രായമുണ്ട്. സീരിയസ്ലി എൻ്റെ അച്ചാച്ചൻ്റെ പ്രായമുണ്ട് ആ മനുഷ്യന്. അപ്പോൾ സാധാരണ ഈ പ്രായത്തിൽ നടക്കാൻ പോലും പറ്റാത്ത മനുഷ്യൻ വയസ്സാവുമ്പോൾ ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനും തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ആ പ്രായത്തിൽ ഈ മനുഷ്യൻ ഇമാതിരി സ്റ്റണ്ടുകൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആൾക്ക് സിനിമയോടുള്ള ഡെഡിക്കേഷൻ. ആ ഒരു ഒറ്റ ഫാക്ടറാണ് എന്നെ മമ്മൂട്ടിയുടെ ഒരു കടുത്ത ആരാധനയാക്കി മാറ്റിയത് തന്നെ വേണം പറയാൻ. അപ്പോൾ അതാണ് മെയിൻ നമ്മുടെ ഫൈറ്റ്. ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസസ് വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഇറ്റ് വാസ് ഓക്കെ. ഈ സിനിമയ്ക്ക് വേണ്ട ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഉണ്ട്. കുറച്ച് കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് കുറച്ച് ലോജിക്കില്ലാത്ത സീൻസ് ഉണ്ടെങ്കിൽ കൂടി ഈ സിനിമയുടെ ഫൈറ്റ് സീക്വൻസസ് വാസ് ഗുഡ്. പിന്നെ പറയേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. മ്യൂസിക് നമ്മുടെ ഇതിലൊക്കെ ക്രിസ്റ്റഫറിലൊക്കെ ചെയ്ത ആളാണ് സേവിയർ. ആളുടെ ഇതായിരുന്നു തോന്നുന്നു മ്യൂസിക് വാസ് ആവറേജ്. സത്യം പറയാണ് ഗൈസ്, മ്യൂസിക് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മമ്മൂട്ടിയുടെ കൊള്ളാം. പിന്നെ ക്ലൈമാക്സിൽ വരുന്നൊരു BGM അത് രണ്ടും കൊള്ളാം. ബാക്കിയൊക്കെ ഒരു ആവറേജ് സാധനമായിരുന്നു. അപ്പോൾ മ്യൂസിക് ആവറേജ്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയിലെ കാറിൻ്റെ സീക്വൻസുകളാണ്. വാസ് അമേസിങ്. ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലൊന്നും ഇതുവരെ ഇങ്ങനൊരു കാർ ചേസിങ് സീക്വൻസസ് ഞാൻ കണ്ടിട്ടില്ല. കാര്യമായിട്ട് പറയാണ്, കേരളത്തിൽ ഇങ്ങനെ ഒരു കാർ ചേസിങ് സീക്വൻസ് ഞാൻ ഒറ്റ പടത്തിലും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇതിന് നല്ല കാർ ചേസിങ് സീക്വൻസ് ഉള്ള ഏതെങ്കിലും സിനിമ അറിയാമെന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മമ്മൂട്ടി തന്നെയാണ് ഗ്രൂപ്പിൽ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം മമ്മൂട്ടിക്ക് കാറിനോട് എന്തോരം ക്രേസ് ഉള്ള ആളാണെന്ന്. അതുപോലെ ഫൈറ്റിൻ്റെ ഒപ്പം ഈ കാർ ചേസിങ് സീക്വൻസുകളും ഈ സിനിമയിലെ അടിപൊളിയായിട്ട് തന്നെ നിന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ടർബോ സിനിമയിലെ പോസിറ്റീവ് വശങ്ങൾ. ഗായ്സ്, പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ബിന്ദു പണിക്കരുടെ ഈ സിനിമയിൽ കുറേ സ്ഥലത്ത് കോമഡി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ 1-2 എണ്ണവും പിന്നെ ബിന്ദു പണിക്കരുടെ മൊത്തം ഡാം ഷുവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബിന്ദു പണിക്കരുടെ കോമഡി, ബിന്ദു പണിക്കരുടെ സീൻ, അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ബിന്ദു പണിക്കരുടെ ഓരോ കോമഡി സീൻസ് കിഡിലായിട്ട് തന്നെ പടത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. 1-2 എണ്ണമൊക്കെ നല്ല കോമഡി സീൻസ് ആയെങ്കിലും ബാക്കിയുള്ളതായാലും ബിന്ദു പണിക്കർക്ക് കൊടുത്ത വേഷം, ആൾക്ക് ചെയ്യാൻ കൊടുത്ത ഇതുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം പറയാം. പിന്നെ നമ്മുടെ ബ്ലാസ്റ്റ് മോഹൻ, ആളുടെ ശരിക്കുള്ള പേര് മറന്നുപോയി, സുനിൽ ആൾ തന്നെ പുഷ്പ പാർട്ട് 1 വില്ലൻ. ആള് സംബന്ധിച്ചിടത്തോളം കോമഡി എന്ത് കൊടുത്താലും നല്ല രീതിക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു മനുഷ്യൻ എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആൾക്ക് കൊടുത്ത റോൾ ആൾ വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീരിയസ്ലി ഗൈസ്, ഇനി നമുക്ക് സിനിമയിലെ നെഗറ്റീവിലിട്ട് കിടക്കാം. നെഗറ്റീവിനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയിൽ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത് നമ്മുടെ രാജ്ബി ഷെട്ടിയാണ്. ആ മനുഷ്യൻ്റെ ഒട്ടുമിക്ക പടങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ആകെ 3 പടമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് 777 ചാർലി, പിന്നെ ഒന്ന് ടോബി, പിന്നെ ഒന്ന് മറ്റേ VVBB ഗരുഡഗമന വൃഷഭവാഹന, അങ്ങനത്തെ ആ സിനിമ, വലിയ പേരുള്ള സിനിമ. ഈ 3 സിനിമയിലെങ്കിലും ആ ഒറ്റ പടം കണ്ടാൽ മതി നിങ്ങൾക്ക് ആ മനുഷ്യൻ്റെ ലെവൽ എന്താണെന്ന് മനസ്സിലാവാനായിട്ട്. ആ മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്ന്
എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് വൈശാഖിനോടാണ്. ഈ സിനിമയിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായില്ല. വേറെ ഏതെങ്കിലും ഒരു മലയാളത്തിലൊരു വില്ലനെ കാണിച്ചിരുന്നെങ്കിൽ ഇത്ര ഇതുണ്ടാവില്ലായിരുന്നു. സത്യകാശ് ഞാൻ ഈ സിനിമയ്ക്ക് ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ടർബോ സിനിമകൾ കാണാൻ എനിക്ക് പ്രചോദിപ്പിക്കുന്ന എൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആളുടെ പേര് പറഞ്ഞില്ല, കാരണം ഞാൻ വിചാരിച്ചു പടത്തിൽ ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള വല്ല വേഷമായിരിക്കും ആളുടേന്ന്. ബട്ട് സീരിയസ്ലി ഗൈസ്, മമ്മൂട്ടിയുടെ ലെവൽ പോലും എത്തിയില്ല എന്നുള്ളതാണ്. ശരിക്കും മമ്മൂട്ടീനെ താത്തി പറയണതല്ല, ആളുടെ ആക്ടിങ് സ്കിൽസ് ഈസ് അമേസിങ്. ആളുടെ ഒരുമാതിരിപ്പെട്ട പരിപാടികളോ ഒന്നും തന്നെ ഒറ്റ സാധനം ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടില്ല. സൈക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്, അത് പറഞ്ഞില്ലേ. പിന്നെ ഈ പടത്തിൻ്റെ സ്റ്റോറി കട്ട പോറ് സ്റ്റോറിയാണ്. അതായത് നമ്മൾ കണ്ടും കേട്ടും അടുത്ത സ്റ്റോറി ലൈനാണ് ഈ പടത്തിൻ്റെ. പിന്നെ എടുത്തു പറയണത് മിസ്കാസ്റ്റാണ്. ഈ ഇതിൽ ഇന്ദുലേഖ, നമ്മുടെ പാച്ചു അത്ഭുത വിളക്കിലെ ഹംസധ്വനി എന്ന് പറയുന്ന പെണ്ണാണ് ഇതിൽ ഇന്ദുലേഖയായിട്ട് വന്നിരിക്കുന്നത്. ആൾക്ക് കൊടുത്ത റോള് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. ബട്ട് ആൾക്കൊരു അനിയത്തിയുണ്ട്, എന്തിനോ വേണ്ടി ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല എന്നുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ല, വല്ല പ്രൊഡ്യൂസറിൻ്റെ മോളാന്ന് തോന്നുന്നു. അല്ലാണ്ടൊന്നും ആ സിനിമേനെ ആ പെണ്ണിനെ ഒരാവശ്യമില്ല. സീരിയസ്ലി ഒരാവശ്യമില്ലാത്തൊരു കാസ്റ്റിംഗ് ആയിപ്പോയി. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അടിച്ച്, അതുള്ളത് പറയാനുള്ളൂ. കുറച്ചധികം ലാഗ് അടിച്ച് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്മൂത്തായിട്ട് തന്നെ പോയി. പിന്നെ നമ്മളെ ഒട്ടുമിക്ക സിനിമകളിലുള്ളൊരു ക്രിഞ്ച് ഫാക്ടറാണ്. നമുക്ക് ഒരു ക്യാരക്ടറെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവൻ ക്ലൈമാക്സിൽ ചാവാനുള്ളതാണ്. അതേ സാധനം തന്നെ ഈ പടത്തിലും. സീരിയസ്ലി നമ്മുടെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഭീഷ്മപർവത്തിൽ നമുക്ക് ബാസിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ മറ്റേ നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് റിവ്യൂ പറയുന്ന അന്ന് ഡീകോഡ് ചെയ്യുന്ന വീഡിയോയിലോട്ടുണ്ടായിരുന്നു. അതിൽ പടത്തിൻ്റെ ഒരു ട്രെയിലർ പോലും ഇറങ്ങണതിന് മുന്നേ തന്നെ മറ്റേ ശ്രീനാഥ് വാസിയുടെ ആബി എന്ന ക്യാരക്ടർ പോസ്റ്റർ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ഇത് ചാവാനുള്ള ആളാണെന്ന്. അതുപോലെ തന്നെ ചാവാൻ വേണ്ടി പ്രിയപ്പെട്ട ഒരാളതിൽ കൊണ്ടിട്ടിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ കഥ ചെയ്തിരിക്കുന്നത് ആരാ? മിഥുൻ മാനുവൽ തോമസ്. ഏത് ഓസിലറും അഞ്ചാം പാതിരിയും ആട് 2 ഒക്കെ എഴുതിയ ആളാണ് ഈ പടത്തിന് കഥ ചെയ്തിരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അതാണ് ഞാൻ ഇന്നലെ ഇട്ട ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പടം കാണാനുള്ള എൻ്റെ ഏറ്റവും വലിയത് മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റാണെന്ന്. അതാണ് ഈ പടത്തിലെ ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളത്. സീരിയസ്ലി ഗൈസ്, സ്ക്രിപ്റ്റ് വളരെ മോശം, തിരക്കഥ അതിലേറെ മോശം, ഡയലോഗ് ഡെലിവറി മമ്മൂട്ടിക്കൊക്കെ കുറേ പഴഞ്ചൊല്ലുകൾ ഇങ്ങനെ കൊടുത്തു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ പറയാനായിട്ട്. അതായത് അത് പക്ഷേ ആ മനുഷ്യനും പറ്റുന്ന രീതിയിൽ മര്യാദയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ അവർക്ക് കൊടുത്ത റോളുകൾ പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്ബി ഷെട്ടി ഈസ് എ പ്യൂർ ജെം. നമ്മളിവിടെ എങ്ങനെയാണ് ഫാസ്റ്റിലൊക്കെ ഉള്ളത് അതുപോലെയാണ് രാജ്ബി ഷെട്ടി. സീരിയസ്ലി അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എന്നടാ പണി വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോവും. അങ്ങനെ ഒരു ഇതായിപ്പോയി ആ വില്ലൻ ക്യാരക്ടർ. ആൾക്ക് തുടക്കത്തിലൊക്കെ ഇൻട്രോ കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വില്ലനൊരു കില്ലിങ് മെത്തേഡ് ഉണ്ട്, അതിൽ തന്നെ ഇതാക്കും. പിന്നെ ലാസ്റ്റ് ആളങ്ങനെയാവും. ഇതൊക്കെ നമ്മൾ ഒരുപാട് സിനിമയിലാണ്, നമ്മൾ മാസ്റ്ററിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വിജയ് സേതുപതി മറ്റേ 2 കുട്ടികളെ തല തൂക്കി പിടിച്ച് കൊന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ തൂക്കി കൊന്നു കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ അതേ സെയിം സാധനം വിജയ് സേതുപതി ചെയ്യാൻ, അതേപോലത്തെ കുറേ പരിപാടികൾ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ കണ്ട് തഴമ്പിച്ച സാധനങ്ങൾ ഇഷ്ടം പോലെ പടത്തിലുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ നമുക്ക് കാണാം എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ ആ പടത്തിൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അതാണ് പറഞ്ഞത് ഗൈസ്. മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയവും കുറച്ച് ഫൈറ്റും പിന്നെ ഡയലോഗ് നല്ലതാവാൻ ചാൻസ് ഉണ്ടെന്ന് കുറച്ച് പേര് പടത്തിന് മുന്നേ പറഞ്ഞിരുന്നു. എനിക്ക് ദഹിച്ചില്ല. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഓവറോൾ ഞാനൊരു 10ൽ 7 കൊടുക്കും. എബവ് ആവറേജ്. അത് ഞാനൊരു മമ്മൂട്ടി ആരാധന ആയതുകൊണ്ട് മാത്രമല്ല, വേറെ മമ്മൂട്ടി എന്നൊരു നടൻ ഈ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം എഫേർട്ട് ഇട്ടത് മാത്രമല്ല, ഇത്ര ആവറേജ് ആയൊരു സ്റ്റോറി ലൈനെ ഇത്ര ലെവലിലെത്തിക്കാൻ ആളുടെ അഭിനയവും ആളുടെ സ്റ്റൻസും സാധിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. ഗ്രേറ്റ് ഹാൻഡ്സ് ടു മമ്മൂട്ടി സാർ.
അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്, വേറൊന്നും പറയാനില്ല അങ്ങനെ പറ്റിയിട്ട്. സോ ഇത്രേ ഉള്ളൂ ടർബോൻ്റെ റിവ്യൂ. 5 മിനിറ്റ് റിവ്യൂ ഒന്നല്ല, എന്നാലും കുറച്ച് നീണ്ടുപോയി. പിന്നെ വേറൊന്നും സിനിമയെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ ഈ സിനിമ പൊട്ടോ വിജയിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയും പരാജയപ്പെടാൻ അതിലേറെ സാധ്യതയുള്ളൊരു സിനിമയാണ് ടർബോ. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് വൈശാഖിനോട്. പിന്നെ മിഥുൻ മാനുവൽ തോമസ് ഇതിലെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായത്. സോ നിങ്ങൾ ടർബോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അൺടിൽ ദെൻ ധ്യാൻ ദിവിച്ച് ബൈ. അണ്ണൻ തനി നാടൻ